മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായ പീഡനത്തിലും അഴിമതിയിലും മനം നൊന്ത് മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശിയായ ഷൌക്കത്താണ് സ്വന്തം ജീവിതമാർഗം തടസ്സപ്പെട്ടതോടെ ജീവനൊടുക്കിയത്. മരണത്തിന് തൊട്ടുമുമ്പ് മോട്ടോർ വാഹന വകുപ്പിലെ കൈക്കൂലി രാജിനെയും അഴിമതി സിസ്റ്റത്തെയും തുറന്നു കാണിക്കുന്ന ദീർഘമായ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ശേഷമായിരുന്നു ദാരുണമായ സംഭവം. തന്റെ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിന് കാരണം MVD ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടിയാണെന്ന് ഷൌക്കത്ത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഏജന്റുമാർ വഴി പോകാതെ തനിയെ നേരിട്ട് ഫിറ്റ്നസിനായി ഓഫീസിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ നിരന്തരം തടസ്സങ്ങൾ ഉന്നയിച്ച് അപേക്ഷ തള്ളുകയായിരുന്നു. കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തതുകൊണ്ട് മാത്രം തനിക്ക് ജീവനോപാധിയായ ഓട്ടോ ഓടിക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായെന്ന് അദ്ദേഹം കുറിച്ചു. കഴിഞ്ഞ 10 മാസമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി MVD ഓഫീസുകളും ഏജന്റുമാരെയും കയറിയിറങ്ങി താൻ വലയുകയായിരുന്നുവെന്ന് ഷൌക്കത്ത് വേദനയോടെ ഓർത്തെടുക്കുന്നു. വണ്ടി ഓടിക്കാൻ സാധിക്കാതെ വന്നതോടെ വാഹന ആവശ്യത്തിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവ് പൂർണ്ണമായും മുടങ്ങി. ഇതോടെ ബാങ്കിംഗ് ക്രെഡിറ്റ് സ്കോർ 820-ൽ നിന്ന് 600 താഴുകയും കടക്കണിയിലാവുകയും ചെയ്തു. എന്റെ മരണത്തിന്റെ ഏക ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ്. കൈക്കൂലി കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവർ എന്റെ ജീവിതമാർഗം തന്നെ തകർത്തു കളഞ്ഞു, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച തനിക്ക് മുന്നിൽ സിസ്റ്റം വാതിലുകൾ കൊട്ടിയടച്ചപ്പോഴാണ് ഈ തീവ്രമായ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് മാതാപിതാക്കളോ ഭാര്യയോ കുട്ടികളോ സഹോദരങ്ങളോ ഇല്ലെന്നും അതിനാൽ തന്റെ മരണശേഷമെങ്കിലും ഈ അനീതിക്കെതിരെ പോരാടാൻ നാട്ടുകാരും പൊതുജനങ്ങളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാൻ കോടതി കയറിയിറങ്ങുന്നത് എളുപ്പമല്ലാത്തതിനാലാണ് സ്വന്തം ജീവൻ നൽകി അഴിമതി നിറഞ്ഞ സിസ്റ്റത്തിനെതിരെ താൻ പ്രതിഷേധിക്കുന്നതെന്ന് അദ്ദേഹം കുറിച്ചു. കേസിൽ പതിവ് പോലെ അന്വേഷണ പ്രഹസനം നടത്തിയാൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ എളുപ്പത്തിൽ രക്ഷപ്പെടുമെന്ന് ഷൌക്കത്ത് ഭയപ്പെട്ടിരുന്നു. വാഹനത്തിലെ സ്റ്റീൽ വർക്കുകൾ ചൂണ്ടിക്കാണിച്ച് വണ്ടി അൺഫിറ്റ് ആണെന്ന് വരുത്തി തീർക്കാൻ MVD ശ്രമിച്ചേക്കാം. എന്നാൽ ഇതേ MVD തന്നെ മുൻപ് 2 തവണ ഈ വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടെന്നും ആഴത്തിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി പുറത്തു വരികയുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൽ നിലനിൽക്കുന്ന ഏജന്റ് സംവിധാനമാണ് മുഴുവൻ അഴിമതിയുടെയും മൂലകാരണമെന്നാണ് ഷൌക്കത്തിന്റെ പ്രധാന കണ്ടെത്തൽ. ഏജന്റ് രാജ് അവസാനിപ്പിച്ചാൽ വകുപ്പിലെ 80% അഴിമതിയും അവസാനിക്കുമെന്നും അതിനായി തന്റെ ജീവൻ ബലി നൽകാൻ തയ്യാറാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെയും കോടതിയുടെയും ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ മാറ്റം വരികയുള്ളൂ. പൊതുജനങ്ങൾ വിവരാവകാശ നിയമത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി അഴിമതിക്കെതിരെ പോരാടണമെന്ന് ഷൌക്കത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർക്കാർ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പഠിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും പ്രശാന്ത് IAS എഴുതിയ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന പുസ്തകം വായിക്കണമെന്നും അദ്ദേഹം ശുപാർശ ചെയ്യുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കറുടെ പ്രശസ്തമായ ജനാധിപത്യ നിർവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഷൌക്കത്ത് തന്റെ ഫേസ്ബുക്ക് സന്ദേശം അവസാനിപ്പിച്ചിരിക്കുന്നത്. അഴിമതി തുലയട്ടെ എന്ന മുദ്രാവാക്യവും ജയ് ഭീം വിളിയും നൽകി അദ്ദേഹം വിടവാങ്ങുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിലെ കൈക്കൂലി ഭരണത്തിലേക്കാണ്. സംഭവം വലിയ വിവാദമായതോടെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട MVD ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഏജന്റ് രാജ് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളി സംഘടനകളും പ്രദേശവാസികളും രംഗത്ത് വന്നിട്ടുണ്ട്.